ഹരി ഓം. 100ാമത്തെ സ്തുതി വേദവിഭജനം. ഇത് ഭാഗവതത്തിൽ 12ാമത്തെ സ്കന്ധം 6ാമത്തെ അധ്യായം 67 മുതൽ 72 വരെ ശ്ലോകങ്ങൾ. ഞാൻ സിദ്ധനായി അനുഗ്രഹീതനായി എന്ന് പറഞ്ഞ് പരീക്ഷിത്ത് ബ്രഹ്മധ്യാനം ചെയ്ത് സായുജ്യമുക്തി പ്രാപിച്ചു. അതിനുശേഷമാണ് തക്ഷകൻ വന്ന് ശരീരത്തിൽ കടിച്ചത്. കടിയേറ്റതോടെ ശരീരം ആ വിഷാഗ്നിയിൽ ദഹിച്ചുപോയി. തക്ഷകൻ ചെയ്ത പ്രവൃത്തി ചിലർ പറഞ്ഞ് അറിഞ്ഞ പരീക്ഷത്തിൻ്റെ പുത്രനായ ജനമേജയൻ ഇത് കേട്ട് തക്ഷകനോട് കോപിച്ച് തക്ഷകനെയും സർപ്പങ്ങളെ തന്നെയും നശിപ്പിക്കാൻ വേണ്ടി അനേകം സർപ്പങ്ങൾ ഹോമകുണ്ഡത്തിൽ വീണ് ദഹിച്ചുപോയി. ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി ഉപദേശിച്ചതുകൊണ്ട് ജനമേജയൻ സർപ്പസത്രം നിർത്തി. ധർമ്മിഷ്ഠനായ പരീക്ഷത്തിന് മഹർഷിയുടെ തോളിൽ ചത്ത പാമ്പിനെ ഇടണമെന്ന് തോന്നിയത് എന്തുകൊണ്ട്? ധർമ്മിഷ്ഠനായ ജനമേജയൻ നിരപരാധികളായ സർപ്പങ്ങളെ ഹോമിക്കാൻ ഇടയായത് എന്തുകൊണ്ട്? ഭഗവാന്റെ മായയാൽ ബാധിതരാണ് എല്ലാവരും. അത് നിമിത്തം പ്രാണികൾ പരസ്പരം കോപത്തോടെ ദ്രോഹിക്കുന്നു. ഈ മായയെ അതിജീവിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. നിരന്തരം ഭക്തിയോടെ ഭഗവാനെ ഭജിക്കുക, നിരന്തരം ഭഗവത്സ്മരണം ചെയ്തുകൊണ്ടിരിക്കുക. വേദാന്ത ശ്രവണം കൊണ്ടും നിരന്തരമായ മനനനിധിധ്യാസനങ്ങൾ കൊണ്ടും ഭഗവത് സ്വരൂപം അറിഞ്ഞവന് മായയുടെ ബാധ ഉണ്ടാവില്ല. ആരും ആരെയും ഒരിക്കലും വേദനിപ്പിക്കരുത്, നിന്ദിക്കരുത്, ആരെയും വെറുക്കരുത്. തിദിക്ഷ ശീലിക്കണം. പിന്നെ ശൗനകാദികളുടെ അപേക്ഷപ്രകാരം സൂതൻ വേദവ്യാസ മഹർഷിയുടെ വേദവിഭജന കഥ പറയുന്നു. ഒന്നായിരുന്ന വേദത്തെ ഋഗ്, യജുസ്, സാമം, അഥർവണം എന്നിങ്ങനെ മഹർഷി 4ആയി വിഭജനം ചെയ്ത് പൈല മഹർഷി, വൈശമ്പായന മഹർഷി, ജൈമിനി മഹർഷി, സുമന്തു മഹർഷി എന്നീ 4 ശിഷ്യന്മാർക്ക് അദ്ദേഹം യഥാക്രമം ഈ 4 വേദം കൊടുത്തു. 4 പേരും സ്വന്തം ശിഷ്യന്മാർക്ക് വേദം പകർന്നു കൊടുത്തു. വേദവ്യാസ മഹർഷിയുടെ യജുർവേദ ശിഷ്യനായ വൈശമ്പായനൻ്റെ ശിഷ്യനായിരുന്നു യാജ്ഞവൽക്യൻ. വൈശമ്പായനന് ബാലഹത്യ, ബ്രഹ്മഹത്യ എന്നിങ്ങനെ 2 തരം പാപം പറ്റിപ്പോയി. ഗുരുവിൻ്റെ പാപം ഞങ്ങൾ തപസ് ചെയ്ത് തീർത്തു തരാം എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. യാജ്ഞവൽക്യൻ പറഞ്ഞു, ഇവർ പറഞ്ഞത് ഇവർക്ക് സാധിക്കാത്ത കാര്യമാണ്. കാരണം ഇവർ നിസ്സാരന്മാർ. ഞാൻ ഒറ്റക്ക് തപസ് ചെയ്ത് അങ്ങയുടെ പാപം നശിപ്പിക്കാം. അഹങ്കാരഗർഭമായ ഈ വാക്ക് കേട്ട് ഗുരു വൈശമ്പായനൻ പറഞ്ഞു, ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നത് ഇവിടെ ഛർദ്ദിച്ച് നീ ഇവിടം വിട്ടുപോകണം. യാജ്ഞവൽക്യൻ താൻ അഭ്യസിച്ച യജുർവേദം ഛർദ്ദിച്ചു കളഞ്ഞു. ഉടൻ സ്ഥലം വിട്ടുപോവുകയും ചെയ്തു. മഹർഷിമാർ തിത്തിരിപ്പർദി കൊത്തിത്തിന്നു. അത് അവരിൽ നിന്ന് ശബ്ദരൂപേണ തൈത്തിരീയ വേദം, ഇതിന് കൃഷ്ണ യജുർവേദം എന്നും പേരുണ്ട്. വിദ്യ നഷ്ടപ്പെട്ട യാജ്ഞവൽക്യനാകട്ടെ ചിരകാലം സൂര്യനെ തപസ്സു ചെയ്തു. യാജ്ഞവൽക്യ മഹർഷിയുടെ സ്തുതി കേൾക്കാം. യാജ്ഞവൽക്യ ഉവാച ഓം നമോ ഭഗവതേ ആദിത്യായ അഖിലജഗതാം ആത്മസ്വരൂപേണ കാലസ്വരൂപേണ ചതുർവിധ ഭൂതനികായാനാം ബ്രഹ്മാദിസ്തംഭപര്യന്താനാം അന്തർഹൃദയേഷു ബഹിരഭിജ ആകാശ ഇവോപാധിനാ വ്യവധീയമാനോ ഭവാൻ ഏക ഏവ ക്ഷണലവ നിമേഷാവയവോപചിത സംവത്സര ഗണേനാവാമാദാന വിസർഗാഭ്യാമിമാം ലോകയാത്രാമനുവഹതി യദുഹവാ വിബുദർഷഭ
സവിതരതസ്തപത്യനുസവനമഹരഹനായ വിധിനോപതിഷ്ഠാമാനാനാം അഖിലദുരിതവൃജിന ബീജാവഭർജന ഭഗവത സമഭിധീമഹിതപനമണ്ഡലം യൈഹവാവസ്ഥിരചരനികരാണാം നിജനികേതനാനാം മന ഇന്ദ്രിയാസുഗണാനാത്മന സ്വയമാത്മാന്തര്യാമി പ്രചോദയതി യേവേമം ലോകമതികരാളവദനാന്ധകാര സംജ്ഞാ അജഗരഗ്രഹഗിളിതം മൃതകമിവ വിചേതനമവലോക്യാനുകമ്പയ പരമകാരുണികായീക്ഷയൈവോത്ഥാപ്യാഹര ഹരനുസവനം ശ്രേയസി സ്വധർമാഖ്യാത്മാവസ്ഥാനെ പ്രവർത്തയത്യവനിപതിരിവാസാധൂനാം ഭയമുദീരയന്നടതി പരിത ആശാപാലൈസ്തത്ര തത്ര കമലകോശാഞ്ജലിഭിരുവ ഹൃദാർഹണഃ അതഃ ഭഗവൻസ്തവ ചരണനളിനയുഗളം ത്രിഭുവനഗുരുഭിർവന്ദിതമഹമയാദയാമ യജുകാമ ഉപസരാമീതി. സൂര്യദേവൻ വാജിയുടെ അല്ലെങ്കിൽ കുതിരയുടെ രൂപത്തിൽ വന്ന് യജുർവേദം യാജ്ഞവൽക്കന് ഉപദേശിച്ചു. വാജിയുടെ മുഖത്തിൽ നിന്ന് വന്ന ഈ യജുർവേദ ശാഖയ്ക്ക് വാജസനേയി എന്ന് പേർ വന്നു. ഇതാണ് ശുക്ലയജുർവേദം. സുപ്രസിദ്ധമായ ഈശാവാസ്യ ഉപനിഷത്ത് ഈ ശുക്ലയജുർവേദ സംഹിതയിലെ 40-ാമത്തെ അധ്യായമാണ്. ഇങ്ങനെ വൈശമ്പായനൻ്റെ ശാപം നിമിത്തം യജുർവേദത്തിന് 2 ശാഖകൾ ഉണ്ടായി: കൃഷ്ണയജുർവേദവും ശുക്ലയജുർവേദവും. ഓം നമോ ഭഗവതേ വാസുദേവായ.